അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 187. മുഖത്തേക്ക് നോക്കടി, അപ്പു ആർദ്രമായ ശബ്ദത്തിൽ പറഞ്ഞു. അപ്പേട്ട പ്ലീസ്, ഞാൻ പൊക്കോട്ടെ, വിട്. അവനെ നോക്കാതെ അവള് പറഞ്ഞു. വിടില്ല, മുഖത്തേക്ക് നോക്ക്, എന്നാലേ വിടൂ. അപ്പു പിന്നെയും പറഞ്ഞതും അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. തന്നെ പ്രണയത്തോടെ നോക്കുന്ന ആ കണ്ണുകളുടെ നോട്ടം അവളുടെ ഹൃദയത്തിൽ തുളഞ്ഞു കയറുന്നത് പോലെ പൊന്നു അവനെ തന്നെ നോക്കി നിന്നുപോയി. പക്ഷെ അപ്പുവിൻ്റെ നോട്ടം അവളുടെ ചെറുതായ ചോര പൊടിഞ്ഞ ചുണ്ടിലായിരുന്നു. ചുണ്ടു പൊട്ടിയല്ലോ. അവൻ കൈയുയർത്തി വിരലുകൾ കൊണ്ട് അവളുടെ ചുണ്ടി തൊട്ടു. അവളുടെ ചുണ്ടുകളൊന്ന് വിറ പൂണ്ടു. വേദനിച്ചോ? അവൻ്റെ ചോദ്യത്തിന് അവൾ ഇല്ലാന്ന് ചമ്മലോടെ മൂളി. അവൻ്റെ ചുണ്ടിലൊരു ചിരിമിന്നി. സോറി, ആ കിസിൻ്റെ ഫ്ലോയില് വേറെവിടേക്കോ തൊട്ടു. അവൻ പറഞ്ഞതും അവളുടെ മുഖം ചുവന്നു. അപ്പു കൗതുകത്തോടെ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. പക്ഷേ അതെനിക്കിഷ്ടായി. അവനിൽ പെട്ടെന്ന് കുറുമ്പ് നിറഞ്ഞു. അപ്പേട്ടാ, പൊന്ന് ചിണുങ്ങിക്കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. അപ്പുവിനും ചിരി വന്നു പോയി. അതിനേക്കാൾ അവളോട് പ്രണയം തോന്നി. പോവാ അപ്പേട്ടാ, പോവാ. അതിനു മുന്നേ പറ, എന്തോന്നും മിണ്ടാത്തെ? അവൻ ആർദ്രമായി ചോദിച്ചു. ഒന്നുമില്ല. അവള് വിക്കി. എൻ്റെ പൊന്നൂട്ട, ഈ നാണവും വിറയലൊന്നും നിനക്ക് ചേരുന്നില്ല കേട്ടോ. എനിക്കെന്നോട് ചീറിക്കൊണ്ട് വരുന്നതിൻ്റെ നാഗവല്യ ഇഷ്ടം. അയ്യേ, ഇതൊരുമാതിരി. അപ്പു കുറുമ്പോടെ പറഞ്ഞു. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. ആ, ഇങ്ങനെ നോക്ക്, ഇതെനിക്കിഷ്ടം. അല്ലാതെ ഒന്ന് ഉമ്മ വെച്ചപ്പോഴേക്കും ഇങ്ങനെ നാണിക്കാതെ. അവന് വീണ്ടും കളിയാണ്. പൊന്നവനെ തറപ്പിച്ചൊന്ന് നോക്കി. പിന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അപ്പു അവളെ പ്രണയത്തോടെ ചേർത്ത് പിടിച്ചു. പെട്ടെന്നൊരു കാറ്റ് ഇരുവരെയും തഴുകി കടന്നുപോയി. പൊന്നു ഒന്നുകൂടി അവനിലേക്ക് പതുങ്ങി നിന്നു. തണുക്കുന്നപ്പേട്ടാ, അവള് പറഞ്ഞതും അവൻ അവളെ തന്നിലേക്ക് കൂടുതൽ അണച്ചു പിടിച്ച് മുറുക്കി. നേരത്തെ പോലെ ചൂട് തരണോ? നെറ്റിയിൽ ചുണ്ടുകൾ അമർത്തി കുറുമ്പോടെ ചോദിച്ചവൻ. ചീ, അവൾ അവൻ്റെ നെഞ്ചിലടിച്ചു. അപ്പു നിറഞ്ഞ ചിരിയോടെ അവളെ പൊതിഞ്ഞു പിടിച്ചു. ഇനി ഒരിക്കലും അകലാനാവില്ല എന്ന തിരിച്ചറിവിൽ, ഒപ്പം അവളെ പെട്ടെന്ന് കൂടെ കൂട്ടണമെന്ന തീരുമാനത്തോടെ. വ്യാസിനെ വായി തോന്നിയതെല്ലാം മനസ്സിൽ വിളിച്ചു പറഞ്ഞ് ബെഡിൽ കിടക്കുകയാണ് മീനു. അവൾക്ക് അവനോട് വല്ലാത്ത പരിഭവം തോന്നി. എന്ത് മനുഷ്യനാ അത്! ഇതിനൊക്കെ ആയിരിക്കും അൺറൊമാൻറ്റിക് മുരാച്ചി എന്ന് പറയുന്നേ. അവളുടെ ചുണ്ടു കൂർത്തു. ആ അപ്പുവേട്ടനെ അഗ്നിയേട്ടനെ കണ്ട് പഠിക്കാൻ പറയണ സാധനത്തിനോട്. അഗ്നിയേട്ടൻ എന്തൊരു റൊമാൻറ്റിക്കാ, ജ്വാലേട്ടത്തിയോട് എന്തൊരു സ്നേഹ. നേരിട്ട് കണ്ടിട്ടുള്ളതല്ലേ ഞാൻ. പിന്നെ അപ്പുവേട്ടനും പൊന്നു, രണ്ടാളെപ്പോഴും വഴക്കാണെങ്കിലും സ്നേഹമുണ്ട്. ഇപ്പൊ പോലും അപ്പുവേട്ടൻ്റെ കൂടെയുള്ള നിമിഷം പൊന്നു ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ടാവും. ഹാ, അവളിൽ നിന്നൊരു നെടുവീർപ്പുയർന്നു. അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. നിരാശയോടെ അവള് പറഞ്ഞു. വ്യാസേട്ടന് ശരിക്കും എന്നെ ഇഷ്ടം തന്നെയല്ലേ? ഇഷ്ടാണെന്ന് തന്നെയല്ലേ എന്ന് പറഞ്ഞ്? അതുകൊണ്ടല്ലേ എൻ്റെ വിവാഹമെന്ന് കള്ളം പറഞ്ഞപ്പോ എന്നോട് ഇഷ്ടം പറഞ്ഞേ? അതെ, അതുകൊണ്ട് തന്നെയാ. പക്ഷെ പിന്നെന്താ ആ സ്നേഹം പ്രകടിപ്പിക്കാത്തെ? ഇപ്പോഴും ഉള്ളിൽ എവിടെയെങ്കിലും എന്നോട് ദേഷ്യം കാണുമോ? ലച്ചു മരിക്കാൻ ഞാനാ കാരണമെന്ന് ഇപ്പോഴും ചിന്തിക്കുന്നുണ്ടാവോ? മീനുവിൻ്റെ മുഖം മങ്ങിപ്പോയി. അറിയില്ല, ഒന്നും അറിയില്ല. ഫോണിൽ സംസാരിക്കുന്നതന്നെ കുറവാ. അങ്ങോട്ടാ കൂടുതലും വിളിക്കാറ്. വിളിച്ചാലും കൂടുതൽ സംസാരിക്കില്ല. കഴിച്ചോ കിടന്നോ പഠിക്കുന്നുണ്ടോ ഉഴപ്പരുത് ഇതൊക്കെ പറയൂ. ഇങ്ങനെ തന്നെ ആവോ എല്ലാവരും? മീനുവിൻ്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞുപോയി. അഗ്നിയുടെ പോലെ ഇല്ലെങ്കിലും കുറച്ചെങ്കിലും സ്നേഹം എന്നോട് കാണിച്ചൂടെ? കുറച്ചു നേരം എൻ്റെ കൂടെ ഇരുന്നൂടെ? അവളുടെ ചുണ്ടുകൾ വിതുമ്പിപ്പോയി. എന്നാൽ ഈ നേരം അത്രയും അവളുടെ പരിഭവങ്ങൾ കേട്ടുകൊണ്ട് അവളുടെ വാതിൽക്കൽ തന്നെ നിൽക്കുകയായിരുന്ന വ്യാസ് പതിയെ അകത്തേക്ക് കയറി. ശബ്ദമുണ്ടാക്കാതെ ഡോർ അകത്തേക്ക് അടച്ചു. വ്യാസിന്റെ ചിന്തകളിലായിരുന്ന മീനു പക്ഷേ അതൊന്നും അറിഞ്ഞിരുന്നില്ല. ഞങ്ങളുടെ വിവാഹക്കാര്യം കൂടി പറയാൻ വേണ്ടിയാ വ്യാസേട്ടൻ അഗ്നിയേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ ആളുടെ സ്വഭാവം വെച്ച് ഇവിടെ എല്ലാവരും സമ്മതിച്ചാലും ഇപ്പൊ കല്യാണം വേണ്ടാന്നായിരിക്കും വ്യാസേട്ടന്റെ മറുപടി. അവളൊന്ന് തേങ്ങി. വ്യാസ് പതിയെ അവൾക്കടുത്തായിരുന്നു. മീനു അപ്പുറത്തെ വശം തിരിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അവനെ കണ്ടിട്ടില്ല. വേണ്ടാന്ന് പറഞ്ഞാൽ കെട്ടണ്ട, അല്ലാതെന്താ? ഞാനിങ്ങനെ പിറകെ നടക്കുന്നോണ്ടാവും എന്നൊരു വിലയില്ലാത്ത. ഇനിങ്ങനെ നാണല്ലാതെ പോകുന്നില്ല. വെയ്യ എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ നാണം കെടാൻ. തേങ്ങലോട് അവള് പറഞ്ഞു. നീ ഇങ്ങനെ എൻ്റെ പിറകെ വരുന്നത് കാണാനും ഒരു രസമൊക്കെ ഉണ്ട് കേട്ടോ മീനുട്ടിയെ. കുറുമ്പോടെ വ്യാസ് പറഞ്ഞു. മീനു ഞെട്ടലോടെ ബെഡീന്ന് ചാടി എഴുന്നേറ്റു. തനിക്കരികിലായിരിക്കുന്ന വ്യാസിനെ കണ്ട് അവളുടെ കണ്ണു മിഴിഞ്ഞു. വ്യാസേട്ടൻ, വ്യാസേട്ടൻ എന്താ എന്താ ഇവിടെ? അമ്പരപ്പോടെ ചോദിച്ചവൾ. അതെന്താ, എനിക്കിങ്ങോട്ട് വന്നൂടെ? അവൻ പുരികമുയർത്തി. അവള് വരാന്ന് തലയാട്ടി. വ്യാസിന്റെ നോട്ടം പക്ഷേ അവളുടെ ചുവന്നുപോയ കണ്ണുകളിൽ തന്നെയായിരുന്നു. നീ കരഞ്ഞോ? അവൻ ചോദിച്ചു. അവള് പെട്ടെന്ന് കണ്ണുകൾ തുടച്ചു. ഏയ് ഇല്ലല്ലോ. അവള് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അവന് പാവം തോന്നി. വ്യാസ് അവൾക്ക് അടുത്തേക്ക് ഒന്നുകൂടി ചേർന്നിരുന്നു. എനിക്ക് നിന്നോട് സ്നേഹമില്ലാന്ന് തോന്നുന്നുണ്ടോ മീനു? അവൻ ചോദിച്ചതും അവള് പെട്ടെന്ന് തന്നെ ഇല്ലാന്ന് തലയാട്ടി. പക്ഷെ കണ്ണുകൾ വീണ്ടും നിറയുന്നുണ്ട്. അവള് തലതാഴ്ത്തി കളഞ്ഞു. അവൻ അവളുടെ മുഖം പിടിച്ചുയർത്തി. എന്തിനാ സങ്കടം? അവൻ അലിവോടെ ചോദിച്ചു.
ഒന്നുമില്ല. എനിക്കറിയാം വ്യാസേട്ടൻ അപ്പുവേട്ടനെ അഗ്നിയേട്ടനെയും പോലെ ഒന്നും അല്ലാന്ന്. അഗ്നിയേട്ടൻ എപ്പോഴും ഏട്ടത്തി കൂടെ വേണമെന്നാ. അപ്പുവേട്ടന് വഴക്കൊക്കെ ഇടുമെങ്കിലും പൊന്നിനോട് സ്നേഹമുണ്ട്. എന്തോ അതൊക്കെ കാണുമ്പോൾ ഞാനും അവരുടെ പ്രായമല്ലേ. അതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് അസൂയായിരിക്കും. അറിയില്ല. പക്ഷെ വ്യാസേട്ടൻ എന്നോട് വല്ലാതെ അകൽച്ച കാണിക്കുന്ന പോലെ തോന്നുക എനിക്ക്. അപ്പം സങ്കടം വരിക. എന്നൊന്ന് ചേർത്ത് പിടിക്കുന്നില്ലല്ലോ എന്നൊക്കെ തോന്നുക. അത്രയും പറഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. വ്യാസിന്റെ മുഖം മങ്ങിപ്പോയി. താൻ അവളോട് ഒരുപാട് അടുത്ത് സംസാരിക്കാത്തത് അവളിൽ ഇത്രമേൽ സങ്കടം തീർത്തിരുന്നുവെന്ന് അവൻ അപ്പോഴാണ് അറിയുന്നത്. അവൻ അവളെ ഒരു കൈയാൽ അവനോട് ചേർത്ത് പിടിച്ചു. പെണ്ണപ്പോഴും കരയുകയാണ്. എൻ്റെ മീനു, നീ എന്താ ഇങ്ങനെ? ഞാൻ അഗ്നിയെപ്പോലെ ആവാത്തതാണോ നിന്റെ പ്രശ്നം? അല്ല, ആരെയും പോലെ ആവണ്ട. പക്ഷെ ഇത്തിരി സ്നേഹത്തിൽ എന്നോട് സംസാരിച്ചൂടെ? ഇത് ഫോണിലൂടെ വിളിച്ചാലും അങ്ങനെ സംസാരിക്കില്ല, നേരിട്ടും അങ്ങനെ തന്നെ. എന്നാ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യുന്നു. ശരിക്കും എന്നോട് ഇഷ്ടമുണ്ടോ? അവള് മൂക്ക് വലിച്ച് തേങ്ങിക്കൊണ്ട് ചോദിച്ചു. ഇഷ്ടമല്ലാന്ന് തോന്നിയോ? അവൻ മറുചോദ്യം ചോദിച്ചു. ഉം, ഇപ്പൊ അങ്ങനെ തോന്നുക. വ്യാസേട്ടന്റെ കൂടെ കുറച്ചു നേരം സംസാരിച്ച് നടക്കാലോ എന്ന് കരുതിയിട്ടാ ഞാൻ കുറച്ചു മുന്നേ എല്ലാവരുടെ മുന്നിൽ നിന്ന് അങ്ങനെ ചോദിച്ചേ. പക്ഷെ എന്നെ അവഗണിച്ചില്ലേ? എനിക്ക് ശരിക്കും സങ്കടായി. എന്നെ ഇഷ്ടല്ലേ? ഞാൻ ഞാൻ കാരണം ലച്ചു മരി. ഇല്ല മീനു, ഞാൻ അങ്ങനൊന്നും മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. അവള് പറഞ്ഞു മുഴുവനാക്കും മുന്നേ അവൻ പറഞ്ഞു. പിന്നെന്താ എന്നോടിങ്ങനെ? അവള് ചുണ്ടു പിളർത്തി. അവൻ ഒന്നുകൂടി അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. മീനു ആ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് മീനുട്ടി. അല്ലാതെ നീ കരുതുന്ന പോലെയൊന്നല്ല. പിന്നെ ഞാൻ നിന്നോട് അധികം അടുക്കാത്തത് നീ പഠിക്കേണ്ട പ്രായമല്ലേ. അപ്പം അതിനിടയിൽ ഈ ലവ് ഫോൺ വിളി എന്നൊക്കെ പറഞ്ഞ് നിന്റെ പഠിത്തം കൊളാക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തോണ്ടാ. അല്ലെങ്കിൽ ഒരു സ്വപ്നജീവിയാ നീ. അപ്പോൾ ഞാൻ കൂടി വല്ലാതെ നിന്നോട് അടുത്തു പോയാൽ നീ മൊത്തത്തിൽ പഠിത്തം ഉഴപ്പും. ഞാൻ നിന്നെ പ്രണയിക്കുന്നത് നിന്റെ മുന്നോട്ടുള്ള പഠനത്തെ ബാധിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാ മനസ്സോടെ അല്ലെങ്കിലും നിന്നീന്ന് അകൽച്ച കാണിക്കുന്നേ. അല്ലാതെ നീ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു അൺറൊമാറ്റിക് മൂരാച്ചിയൊന്നുമല്ല. വ്യാസ് ചിരിയോടെ പറഞ്ഞു നിർത്തി. അവൻ പറയുന്നതെല്ലാം കേട്ട് തെളിഞ്ഞ മുഖത്തോടെ ഇരുന്ന മീനു വ്യാസ് അവസാനം പറയുന്നത് കേട്ടതും അവനെ മിഴിച്ചു നോക്കി. ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് അവനൊന്ന് ചിരിച്ചു. എന്താടി ഇങ്ങനെ നോക്കുന്നേ? അൺറൊമാറ്റിക് മൂരാച്ചി അങ്ങനെയല്ലേ നീ എന്നെ കുറിച്ച് നേരത്തെ പറഞ്ഞേ? അവൻ കപടഗൗരവത്തിൽ ചോദിച്ചു. മീനു അവനീ നകന്നിരുന്ന് അവനെ നോക്കി ഇളിച്ചു കൊടുത്തു. ഈ അത് പിന്നെ ഞാൻ വ്യാസേട്ടൻ എന്നോട് മിണ്ടാതെ അതാ ഞാൻ ഒക്കെ കേട്ടല്ലേ? അവള് ചോദിച്ചു. എല്ലാം കേട്ടു. അതുകൊണ്ട് ഇനി കൂടുതൽ ഉരുളണ്ട. അവന്റെ ചുണ്ടു കൂർത്തു. മീനുവിന് അപ്പോഴും ചിരിയാണ്. ഇനി കരയാൻ നിൽക്കണ്ട കേട്ടോ. എനിക്ക് നിന്നോട് ഒരിഷ്ടക്കുറവുമില്ല. അതും പറഞ്ഞ് വ്യാസ് അവളെ ചുറ്റിപ്പിടിച്ചു. മീനു അവനെ മിഴിച്ചു നോക്കി. പിന്നെ നീ നേരത്തെ പറയുന്നത് കേട്ടു. എല്ലാരും വിവാഹക്കാര്യം പറഞ്ഞാലും ഞാനിപ്പോ വിവാഹം വേണ്ടാന്ന് പറയുന്നു. അതും പറഞ്ഞുകൊണ്ട് അവൻ അവളെ നോക്കി പുരികമുയർത്തി. വ്യാസേട്ടന്റെ സ്വഭാവത്തിന് അങ്ങനെ പറഞ്ഞാൽ അത്ഭുതമൊന്നുമില്ലല്ലോ. അവള് ചുണ്ടുകൂട്ടി. എന്റെ സ്വഭാവം അതൊക്കെ എന്താന്ന് എന്റെ പൊന്നുമോൾ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. പിന്നെ ഞാൻ നിങ്ങൾക്കെല്ലാം ഒപ്പം ഇങ്ങോട്ട് വന്നത് തന്നെ നമ്മുടെ വിവാഹകാര്യം പറഞ്ഞ് ശരിയാക്കാനാ. അത് മറക്കണ്ട. അതുകൊണ്ട് അതൊന്നും ഇപ്പൊ വേണ്ടാന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അവനിൽ കള്ളച്ചിരി. സത്യായിട്ടും? അവള് കണ്ണു വിടർത്തിക്കൊണ്ട് ചോദിച്ചതും അവൻ ചിരിച്ചതേയുള്ളൂ. പിന്നെ നീ എന്നെ അൺറൊമാൻറ്റിക് മൂരാച്ചിന്ന് വിളിച്ചത്. അതിനുള്ള മറുപടി ഇപ്പൊ ഞാൻ തന്നാൽ ശരിയാവില്ല. സമയമുണ്ടല്ലോ, നമുക്ക് നോക്കാം. അവൻ അവളെ ആകെയൊന്ന് നോക്കി എന്തോ അർത്ഥം വെച്ച് പറഞ്ഞു. മീനുവിന്റെ മുഖം ചുവന്നുപോയി. വ്യാസ് അവളെ ചേർത്ത് പിടിച്ച് ആ നെറ്റിയിൽ പതിയെ ചുണ്ടു പതിപ്പിച്ചു. മീനു അവനെ കണ്ണുമയ്ക്കാതെ നോക്കി. സോറി, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല അങ്ങനെ അവഗണിച്ച്. നിന്റെ പരിഭവം കാണാനായിരുന്നു. അവൻ പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു. ഇതുപോലെ ഇടയ്ക്കൊക്കെ എൻ്റെ അടുത്ത് വന്നിരുന്നൊന്ന് സംസാരിച്ചാൽ മതി വ്യാസേട്ടാ. എനിക്ക് സന്തോഷാവും. അല്ലാതെ എന്നെ പാടെ അവഗണിക്കല്ലേ. ഇല്ലടാ, ഇനി ചെയ്യില്ല. അവൻ സമ്മതിച്ചു. അവള് പുഞ്ചിരിച്ചു. നമ്മുടെ കാര്യം എപ്പോഴെവിടെയുള്ളവരോട് പറയുന്നേ? അവൾ ആകാംക്ഷയോടെ ചോദിച്ചു. പറയാം മീനു, നമ്മൾ വന്നതല്ലേ ഉള്ളൂ. സമയം പോലെ എല്ലാം പറയാട്ടോ. അവളുടെ തലമുടിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞവൻ. അത് മതി. സന്തോഷത്തോടെ മീനു അവനോട് ചേർന്നിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന പരിഭവമെല്ലാം അലിഞ്ഞില്ലാതായിപ്പോയി. ഇപ്പൊ ഹൃദയം മുഴുവൻ സന്തോഷമാണ്. അരികിലിരിക്കുന്നവന്റെ ഹൃദയതാളവും കേട്ടുകൊണ്ട് മീനു പതിയെ കണ്ണടച്ചിരുന്നു. ആർത്തലച്ചു പെയ്ത മഴയ്ക്ക് ശമനം വന്നിരിക്കുന്നു. അഗ്നിയും ജ്വാലയും വ്യാസും മീനും മറ്റുള്ളവരുമെല്ലാം ഉമ്മർത്ത് തന്നെയുണ്ട്. എല്ലാവരും ഓരോ സംസാരത്തിലാണ്. മീനു നല്ല സന്തോഷത്തിലായിരുന്നു. വ്യാസ് അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ തന്നെ അവൾ ഒരുപാട് ഹാപ്പിയായി. അത്രയൊക്കെ അവളും ആഗ്രഹിച്ചിരുന്നുള്ളൂ. അതിപ്പോ വ്യാസിന് മനസ്സിലാവുന്നുണ്ട്. പുഞ്ചിരിയോടെ എല്ലാവരോടും സംസാരിക്കുന്ന മീനുവിനെ തന്നെ നോക്കിയിരുന്നു പോയി വ്യാസ്. ഉറക്കം എണീറ്റ് വന്ന ഋതുമോളും സച്ചുട്ടനും മീനുവിൻ്റെ ജ്വാലയുടെയും മടിയിൽ കൂടിയിട്ടുണ്ട്. ജ്വാലയോട് ഋതു ഇപ്പോൾ നന്നായി അടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വല്യമ്മയെന്ന് വിളിച്ച് അവൾക്കൊപ്പം തന്നെയാണ് പെണ്ണിപ്പോ. മീനു പിന്നെ സച്ചുവിനെ ഋതുവിനെ ഒരുപോലെ ഇട്ട് വെറുപ്പിക്കുകയാണ്. അവരെ ദേഷ്യം പിടിപ്പിക്കാനായി ഓരോന്ന് പറയും. ഒടുവിൽ പിള്ളേരുടെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങിക്കും. ഇത് തന്നെ പണി. എന്നാലും ഈ നേരായിട്ടും പിള്ളേരെ കണ്ടില്ലല്ലോ.
എടാ മനു, നീ ഒന്ന് ചെന്ന് നോക്കിയേ, എവിടെയെങ്കിലും മഴയത്ത് പെട്ട് കാണും രണ്ടാളും. എന്നാ മഴ തോർന്ന സമയം കൊണ്ട് ഇങ്ങോട്ട് വന്നൂടെന്നാവോ? ചിത്തു മുറ്റത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവര് വരുന്നുണ്ടാവും ഏട്ടത്തി, കൊച്ചു പിള്ളേരൊന്നല്ലല്ലോ. അവര് രണ്ടാളും കൂടി സംസാരിച്ച് നിൽക്കുന്നുണ്ടാവും. രേഖ ചിത്തുവിന്റെ ആദ്യ കണ്ടു പറഞ്ഞു. എന്നാലും ഒരുപാട് സമയമില്ലേ, ഞാൻ പോയി നോക്കണോ അമ്മേ? അപ്പൂനെയും പൊന്നുവിനെയും ഒരുപാട് നേരമായി കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെ അഗ്നി ചോദിച്ചു. ഇനിയിപ്പോൾ ആരും പോവണ്ട, ദേ രണ്ടാളും ആകെ നനഞ്ഞു കുളിച്ച് വരുന്നുണ്ട്. മധു മുറ്റത്തേക്ക് വിരല് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടേക്ക് പോയി. ആകെ നനഞ്ഞു വിറച്ചാണ് പൊന്നൂന്റെ വരവ്. അപ്പൂര് കൈകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കണ്ട് എല്ലാവരും അവരെ തന്നെ നോക്കി തിണ്ണേന്ന് എഴുന്നേറ്റപ്പോൾ ഋതുമോളെ താഴെ ഇറക്കി ജ്വാല നേരെ നോക്കിയത് അഗ്നിയാണ്. അവന്റെ നോട്ടവും അവളിൽ തന്നെ ആയിരുന്നു. ഇതെന്താ കുഞ്ഞ, നമ്മളെപ്പോലെ തന്നെ ആകെ നനഞ്ഞു കുളിച്ചാണല്ലോ രണ്ടിന്റെ വരവ്. എങ്ങനെയാണാവോ ഇങ്ങനെ നനഞ്ഞേ? അഗ്നി ജ്വാലയുടെ ചെവിയിൽ രഹസ്യം പോലെ ചോദിക്കവേ അവൾക്ക് ചിരിയാണ് വന്നത്. ഏട്ടന്റെ അല്ലേ അനിയൻ, അപ്പോ ഏട്ടനെ പോലെ എന്തേലും ഒപ്പിച്ചു കാണും. കുറുമ്പോടെ അവൾ മറുപടി കൊടുത്തു. അഗ്നിയാണെങ്കിൽ ഇവൾ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയോ എന്ന പോലെ ജ്വാലയെ മിഴിച്ചു നോക്കുന്നുണ്ട്. എന്തേ, ഞാൻ പറഞ്ഞത് ഉള്ളതല്ലേ? അവള് പുരികമുയർത്തി. അഗ്നിക്ക് ചിരി വന്നു പോയി. അതിന് ഞാൻ നിന്നെ എന്ത് ചെയ്തു? ഞാനൊരു പാവം. അഗ്നിയിലും കുറുമ്പ് പിടിച്ചൊരു ചിരി. ജ്വാല അവനെ നോക്കി കണ്ണുരുട്ടി. എന്താടി പെണ്ണെ? അവൻ അവൾക്കടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് വന്നു. വല്യമ്മേ എടുക്ക്. പെട്ടെന്ന് ഋതുമോള് ജ്വാലയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ജ്വാല ചിരിയോടെ അവളെ വാരിയെടുത്ത് കവിളിൽ മുത്തി. അത് കണ്ട് അഗ്നിയുടെ ചുണ്ടൊന്ന് കൂർത്തു. എടി പെണ്ണെ, ഇറങ്ങിപ്പോയ എൻ്റെ പെണ്ണിൻ്റെ അടുപ്പിന്ന്, നിന്നെയൊക്കെ എടുക്കേണ്ട പ്രായം കഴിഞ്ഞതാ. അഗ്നി ഋതുവിനോട് മുഖം വിറിപ്പിച്ചു പറഞ്ഞു. ഞാൻ പോവൂല, വെല്ലിച്ചും പൊക്കോ. വല്യമ്മ എന്റെയാ അല്ലേ? ഋതു ജ്വാലയോട് ചോദിച്ചു. അതേലോ, എൻ്റെ പൊന്നിൻ്റെ തന്നെയാ. ജ്വാല അഗ്നിയുടെ വീർത്ത മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ഋതുവിൻ്റെ തുടുത്ത കവിളിൽ ഒന്നുകൂടി ചുംബിച്ചു. ഋതു ചിരിച്ചുകൊണ്ട് ജ്വാലയുടെ കഴുത്തിലൂടെ വട്ടം പിടിച്ചു നിന്നു. അത് നോക്കി ജ്വാല അഗ്നിയുടെ നെഞ്ചിലേക്ക് ചാരി നിന്നു. അത് ഇഷ്ടപ്പെട്ടതുപോലെ ചെക്കൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. അവളുടെ അല്ല, എൻ്റെയാ. ഈ കുട്ടിപ്പിശാചിന് എങ്ങനെ പോയാ ഞാൻ നാട് കടത്തും. അഗ്നി ജ്വാലയെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ഋതുവിനെ കൂർപ്പിച്ചു നോക്കി പറഞ്ഞു. പൊട്ടിവന്ന ചിരി അടക്കി നിർത്തി ജ്വാല അല്പം നീങ്ങി നിന്നു. കുഞ്ഞല്ലേ ദേവേട്ട, അതിനോട് പോലും അസൂയേ? അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ആ, അസൂയെങ്കിൽ അസൂയ തന്നെ. അഗ്നി പുച്ഛിച്ചു. ഈ മനുഷ്യനെ കൊണ്ട്. ജ്വാല നെറ്റിക്ക് കൈകൊടുത്തുപോയി. അഗ്നി ചിരിയോടെ അവളെ നോക്കിയതേയുള്ളൂ. വീട്ടിലാവുമ്പോൾ എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഇവള്. ഇവിടെ വന്നപ്പോൾ മുതൽ ചുറ്റും ഒരുപാട് പേർ. അവളാണെങ്കിൽ എല്ലാവരോടും പെട്ടെന്നടുത്തു. ആയിക്കോട്ടെ, പക്ഷെ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി എനിക്ക് തന്നെ വേണം. ജ്വാല എന്ന പെണ്ണിൽ സ്വാർത്ഥനായി പോയിരുന്നു അഗ്നി. എങ്കിലും അവളെ ചേർത്ത് പിടിക്കുന്ന ആ കുടുംബത്തിലുള്ള ഓരോരുത്തരോടും അഗ്നിക്ക് വല്ലാതെ സ്നേഹം തോന്നിപ്പോയിരുന്നു. എല്ലാവരുടെയും നോട്ടം കണ്ടതും പൊന്നുവാക വല്ലാതായി. അത്രയ്ക്ക് നനഞ്ഞിട്ടുണ്ട് അവള്. വസ്ത്രം ഒട്ടിപ്പിടിച്ച് ദേഹത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ പൊന്നു ആകെ പരിങ്ങി തലതാഴ്ത്തി നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവർക്കും മുന്നിൽ നിൽക്കേണ്ടി വന്നതിൻ്റെ ജാള്യത അവളിലുണ്ട്. അത് മനസ്സിലാക്കിയ പോലെ അപ്പു പെട്ടെന്ന് അവൾക്ക് മുന്നിലേക്ക് കയറി നിന്നു. പൊന്നു മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. അവളെ ഒന്നാകെ മറഞ്ഞു നിൽക്കുകയാണവൻ. അതുകൊണ്ട് തന്നെ ഇപ്പം അവളുടെ മുഖം മാത്രമേ മറ്റുള്ളവർക്ക് കാണുന്നുള്ളൂ. പൊന്നു വിടർന്ന കണ്ണോടെ അപ്പൂനെ തന്നെ നോക്കി. അവൻ പക്ഷേ അച്ചമ്മയാണ് നോക്കുന്നത്. അതച്ചമ്മയെ ഇവൾക്ക് അവിടെയൊക്കെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൊണ്ടുപോയി. മഴ കണ്ടിട്ടും പെണ്ണ് മഴയെന്ന് കയറി നിന്നില്ല. അതാ പറ്റിയേ. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കും മുന്നേ അപ്പു പറഞ്ഞു. വസുന്ധരയും മറ്റുള്ളവരും അത് വിശ്വസിച്ച മട്ടുണ്ട്. പക്ഷെ സ്വന്തം അനിയൻ്റെയും പൊന്നൂൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്ന അഗ്നി മാത്രം രണ്ടാളെയും കണ്ണു ചുരുക്കി നോക്കുകയാണ്. അപ്പു പതറിയതും ആ നോട്ടത്തിലാണ്. തുടരും.